നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെന്ന് വെച്ചാൽ കർഷകന് കൃഷി ചെയ്യുന്നവൻ കഷ്ടപ്പെട്ട് അവൻ കൃഷി ചെയ്താൽ അതിൻ്റെ വിളവെടുപ്പ് പന്നിയാണ് നടത്തുന്നത്. പന്നി, അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു 3000 മൂട് ചീനി എന്നാലോചിച്ച് നോക്കണം. 3000 മൂട് ചീനി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. ഈ 3000 മൂട് ചീനി വിളവായി വരണമെങ്കിൽ എന്നും വേണ്ടി ചെലവുകളും കാര്യങ്ങളുണ്ട്. ഇത് ആരോട് പറയാനാ? കല്യാണം കഴിഞ്ഞ് നല്ല വാതിലിന് പോകുന്ന പോലെ രാത്രി 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നിക്കുട്ടികളുടെ കൂടെ ഓടുന്നത്. ഇതിനൊക്കെ ആരോടാ സമാധാനം പറയേണ്ടുന്നത്? കേരളത്തിലെ കാർഷിക മേഖല മൊത്തം നശിച്ചു. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പം കേരളത്തിൽ 1 കിലോ ചീനിക്ക് 200 രൂപ വിലയാകും. ഇതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ പെടുപ്പുകേടല്ലേ? കർഷകൻ്റെ ഉപദ്രവകാരികളായ മൃഗത്തെ നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പന്നികളെ കൊല്ലം കേന്ദ്രം അനുമതി കൊടുക്കത്തില്ല. നമ്മുടെ കേരളത്തിന് അനുമതി വാങ്ങിക്കാമല്ലോ. കേരളം എന്താ അതിനു വേണ്ടി ചെയ്യുന്നത്? അപ്പം കാർഷിക മേഖലയായാലും വ്യാപാര മേഖലയായാലും കേരളം തകർത്ത് കുത്തഴിഞ്ഞെന്ന് പറഞ്ഞാൽ തകർത്ത് തരിപ്പണമായി. അതല്ലേ പറയാനുള്ളൂ. കൃഷി ഓഫീസർമാരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്? കൃഷി ഓഫീസർമാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? ഈ ശമ്പളം എല്ലാവരുടെ വാരി, ജനങ്ങൾ കഷ്ടപ്പെടുന്ന ശമ്പളം എല്ലാവരുടെ വാരി നികുതി പണം മേടിച്ചിട്ട് ശമ്പളം എല്ലാവരും അടി ദൂർത്തടി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകന് ജീവിക്കണ്ട. ഇനി ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ കേരളത്തിൽ മിക്ക വീടുകളും കാലിയായിരിക്കും. കാര്യം എല്ലാവരും മറ്റിടത്തോട്ടും ഇംഗ്ലണ്ട്, ജർമ്മനി അവിടെയൊക്കെ പോവുക. കാര്യം കേരളത്തിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റും? കേരളത്തിൽ ഒരു തരത്തിലും മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി ഭരണം മാറി വന്നാലും എന്തായിരിക്കും ഗതി? ഇനി ആര് ഭരിച്ചാലും എന്തോ ഗതി? ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ ഗതി. എന്തായാലും നശിപ്പിച്ചു നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തെ.